അതിന് എന്നെ പറ്റി ഒരു ദുശീലം എന്താ ഇവൻ ക്ലാസ്സിൽ വരില്ല. അതാണ് ഇവനെ പറ്റി ഏറ്റവും വലിയ ദുശീലം. ഇവൻ ക്ലാസ്സിൽ വരില്ല. ഇവൻ നോട്ട് ചെയ്ത മടിയാണെന്ന് അതിന്റെ ബിജലി മിസ് പറഞ്ഞു. നമുക്ക് അടുത്തോട് ചോദിക്കാം. നമുക്ക് ഹായ് പറ. ഹായ്, എന്റെ പേര് പറഞ്ഞു കൊടുക്കും. എന്റെ പേര് സിദ്ധാൻ. സിദ്ധാൻ എവിടുന്നായിരുന്നു? ഞാൻ വീട്ടിലായിരുന്നു. എനിക്ക് കണ്ണട ഇട്ട് കൊടുത്തു. കണ്ണട വേണ സ്റ്റൈലാണ്. സ്റ്റൈല് മച്ചമ്പട. എനിക്ക് പെണ്ണാലോചിക്കട്ടെ. വേണമെങ്കിൽ അങ്ങനെ ഒരാഴ്ച കേസ് ഞാൻ ഈ കോളേജിൽ വന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ അങ്ങനെ ഒരാഴ്ച കേസ് ഞാൻ ഈ കോളേജിൽ വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ നമ്മളെ പാട്ടുകാരെ അക്ഷയുണ്ട്. ഞാൻ അഭിജിത്തിനോട് നമുക്ക് എന്നെ പറ്റി ഓരോരുത്തരോട് ചോദിച്ചു നോക്കാം. എന്നെ പറ്റി ഓരോരുത്തർ പറഞ്ഞ മർജാനെ പറ്റിയുള്ള അഭിപ്രായം എന്താ പറയണ്ടേ? ഓണല്ലേ? ചെക്ക് ചെക്ക്. ഹലോ, ഉണ്ട്. മർജാനെ പറ്റി നല്ല അഭിപ്രായം. പക്ഷെ ക്ലാസ്സിൽ വരെയില്ല ഗൈസ്. വേറൊന്നും പറയാനില്ല. അത് അഭിനയം വരുന്നതിന് ഞാൻ പറയും കുറച്ച്. മർജാൻ നല്ലൊരു വ്ളോഗറാണ്. ഭാവിയിൽ വലിയൊരു വ്ളോഗറായി ആ കുറച്ച് പൈസ എല്ലാം കടം തരണം എന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ ഇങ്ങനെ ദാരിദ്ര്യത്തിലെല്ലാം ഇരിക്കുമ്പോ. ഓക്കെ, ഇവൻ ക്ലാസ്സിൽ വരില്ല. അതാണ് ഇവനെ പറ്റി ഏറ്റവും വലിയ ദുശീലം. ഇവൻ ക്ലാസ്സിൽ വരില്ല. ഇവൻ നോട്ട് ചെയ്ത മടിയാണെന്ന് അതിന്റെ ബിജലി മിസ് പറഞ്ഞു. നമുക്ക് അടുത്തോട് ചോദിക്കാം. നമുക്ക് അടുത്ത അക്ഷയിനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാം. ഞാൻ ഇപ്പൊ പാടുന്നതല്ല, കുറച്ച് തിരക്കിലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതാ പാട്ട്. അഭിജിത്ത് പാടുന്നതായിരിക്കും. അഭിജിത്ത് ബസ്സിൽ എങ്ങനെയാണ് പണിയെടുക്കുക എന്നുള്ള ഒരു ക്ലാസ് എടുക്കുകയാണ്. എങ്ങനെയാണ് കണ്ടക്ടർ പണിയിലേക്ക് താങ്കൾ എത്തിയത്? എടാ അഭിപ്രായം പറ. നമ്മളെ മെയിൻ താരം വന്നിട്ടുണ്ട്. പറയൂ. ഹായ് പറ. ഹായ്, എന്റെ പേര് പറഞ്ഞു കൊടുക്കും. എന്റെ പേര് സിദ്ധാൻ. സിദ്ധാൻ എവിടുന്നായിരുന്നു? ഞാൻ വീട്ടിലായിരുന്നു. എന്റെ കോളേജിലെ ഏറ്റവും വലിയ ചങ്കു പ്രൊവൈഡ്. എനിക്ക് കണ്ണട ഇട്ട് കൊടുത്തു. കണ്ണട വേണ സ്റ്റൈലാണ്. സ്റ്റൈല് മച്ചമ്പട. എനിക്ക് പെണ്ണാലോചിക്കട്ടെ. വേണമെങ്കിൽ മർജാനെ പറ്റിയുള്ള താങ്കളുടെ അഭിപ്രായം? ഇവരോട് മർജാൻ ദേവു അനു ഗൈസ്, ആർക്കും ഒരു മടിയാണ്. എല്ലാവർക്കും മടിയാണ് ഗൈസ്. ഞാൻ കോളേജിൽ നിന്ന് ബ്ലോഗ് എടുക്കാം. യെസ്, അതെ അതെ. അടുത്ത നല്ല ഗായികയുണ്ട് നമ്മുടെ മുന്നിൽ ഇപ്പൊ എത്തിയിട്ടില്ലേ? ഗായിക ഹലോ. അപ്പൊ ഒരു പാട്ട് പറഞ്ഞായിരിക്കും. പറയൂ. എല്ലാരും ബുക്കൊക്കെ വായിക്കണം കേട്ടോ. മർജാനും ഞാനൊക്കെ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആണ്. സോ വി ഹാവ് റീഡ് സം ബുക്സ്. ഇത് ഞാന് കുറച്ച് ദിവസം മുന്നേ എടുത്ത ജന്മദിനം ബഷീറിന്റെ ബുക്കാണ്. ഞങ്ങക്ക് പഠിക്കാനുണ്ട്. ഓടാ, ജന്മദിനം എല്ലാരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. മർജാൻ എന്തായാലും വായിച്ചിരിക്കണം. കാരണം ഒരു ദരിദ്രന്റെ അപകർഷതാ ബോധവും ആത്മാഭിമാനത്തെ കുറിച്ചുമാണ് ഇതിൽ പറയുന്നത്. So you must read it, okay? Thank you. Bye. Bye guys. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം മർജാന്റെ പിന്നെ യൂട്യൂബ് ചാനൽ. പിന്നെ ഇടക്കിടക്ക് ബെല്ലടിക്കുന്നുണ്ടോ നോക്കണം. ടിങ് ടിങ് മറ്റേ സബ്സ്ക്രൈബ് ബട്ടൺ. പിന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ബൈ. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് വേണ്ടി ഇപ്പൊ ജിദാന് ഒരു പാട്ട് പറഞ്ഞതാണ്. ഇതിനായിട്ട് പാട്ട് അതുമില്ല കത് വിളിച്ച് കൈണ്ട പൗന്ന് വിളിച്ച് അത് പണിയിപ്പ് മറന്നമായ പൊന്നെ. അത് പണിയിപ്പ് മറന്നമായ പൊന്നെ. Thank you so much.
അപ്പൊ സുഹൃത്തുക്കളെ നമുക്കിപ്പോ ഇവിടെ ഉച്ചക്ക് കുറച്ച് ആൾക്കാരില്ലേനു. അപ്പൊ ഇവരോടെല്ലാം ചോദിച്ചോക്കാം, അതിനെ പറ്റി 2 വാക്ക് പറ. എന്താ ചോട്ടു ഇവർക്കെല്ലാം പേടിയാ. അപ്പൊ അഞ്ചിത്തെ എല്ലാം പറ അതിനെ പറ്റിട്ട് ഇല്ലടാ. അപ്പൊ ഗൈസ് ഇന്ന് നമ്മളെ ഒരു പ്രാങ്ക് വീഡിയോ ഉണ്ടാവും. അപ്പൊ അതിന്റെ പ്രാങ്കിന്റെ മെയിൻ പറഞ്ഞോടക്ക്. ഞാൻ ഇവന്റെ പ്രാങ്ക് വീഡിയോയില് പങ്കാളിയാവാന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, ഉറപ്പൊന്നുമില്ല. ചെലപ്പം പങ്കാളിയോ. ഇന്ന് വീഡിയോ വന്നിട്ടില്ലെങ്കിൽ ഇവളാ കാരണക്കാരി. ഓക്കെ ഗൈസ്, ഐ വിൽ ട്രൈ. നോക്കാം, മേ ബി. അപ്പോ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു, ചെറിയ വീഡിയോ ആണെന്നറിയാം. പിന്നെ വേറെ ഒരു ദിവസം ഞാൻ എന്തായാലും കോളേജിൽ എല്ലാരും കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ എടുക്കുന്നത്. ആദ്യം വേറെ എല്ലാം പേടിയൊക്കെ മാറട്ടെ, വേറെ പേടിയിലൊന്ന് മാറട്ടെ. അപ്പൊ ഇനി എന്തായാലും ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആള് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ചെയ്യുക. ഇനി എന്തായാലും നാളത്തെ വീഡിയോ എന്തായാലും ഒരു പ്രാങ്ക് ആയിരിക്കും. അപ്പൊ ഇനി നാളെ കാണാം.